എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പൊതുവേ ഇപ്പോൾ 4 തരം തടികളാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്: മഹാഗണി, ചീലാന്തി, തേക്ക്, പ്ലാവ്. അപ്പോൾ നമുക്ക് മഹാഗണിയെക്കുറിച്ചൊന്ന് പറയാം. ഇത് മഹാഗണിയുടെ ഒരു തടി പീസാണ്. സാധാരണഗതിയിൽ മഹാഗണി എന്ന തടിയെക്കുറിച്ച് ഒരുപാട് പോരായ്മകളിലൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. മഹാഗണി വളരെ മോശം തടിയാണ്, കുത്തു വീഴാറുണ്ട്, പൊടിഞ്ഞു പോകാറുണ്ട്, ഇതിൻ്റെ കാതലായാലും വെള്ളയായാലും പൊടിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞ് പരത്തുന്നവരുണ്ട്. അതിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ വണ്ണം കുറഞ്ഞ മഹാഗണിയുണ്ട്, പിഞ്ചൻ തടി, നല്ലതുപോലെ വിളയാതെ വണ്ണമില്ലാത്ത മഹാഗണി ഉപയോഗിച്ച് നമ്മൾ ഉരുപ്പടികൾ പണിഞ്ഞാൽ പൊടിയാനും കുത്തു വീഴാനും അതിൽ നിന്ന് പൊടി ഉളുത്ത് വീഴാനും ഒക്കെ സാധ്യതയുണ്ട്. ഏറെക്കുറെ ശരിയാണ്. എന്നാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഒരു 60 ഇഞ്ച് വണ്ണത്തിന് മുകളിലോട്ട് നല്ല വിളവുള്ള മഹാഗണി എടുക്കുക. എന്നിട്ട് അതിൽ പണിഞ്ഞാൽ ഏകദേശം നല്ല കളറായിരിക്കും. നല്ല ഫിനിഷിങ്ങുള്ള ഒരു തടിയാണ് മഹാഗണി. അറുത്ത് വന്നാൽ വലുതായിട്ട് വളയത്തില്ല, നല്ല ക്ലിയറായിട്ട് കിടക്കും. നമ്മൾ അത് ഗ്രൈൻഡ് ചെയ്ത് സാൻഡിങ് അടിച്ച് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് ആയിരിക്കും. പോളിഷ് ചെയ്യുന്നവർക്ക് വളരെ എളുപ്പമായിരിക്കും പണിയാനും. ഒരു ചെറിയൊരു ഗോൾഡൻ ടച്ച് ഈ തടിക്ക് വരാറുണ്ട്. അപ്പോൾ നല്ല വണ്ണമുള്ള മഹാഗണിയിൽ പണിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു പ്രശ്നം മാറും. നമ്മൾ മഹാഗണിയിൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പ്ലാവിനെ കുറിച്ചാണ് പറയുന്നത്. പ്ലാവ് ഇതുണ്ടോ, പ്ലാവിൻ്റെ പച്ച തടിയിൽ പ്ലാവ് പണിയാതിരിക്കുക. നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം പണിഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ പ്ലാവ് ഇപ്പോൾ വർക്ക് കുറച്ച് കുറവാണ് എങ്കിലും ഇത് ട്രഡീഷണലായിട്ടുള്ള സ്റ്റൈലിൽ ചെയ്യുന്ന ഡോറും ഫ്രെയിമിനുമൊക്കെയാണ് ഇപ്പോൾ പ്ലാവ് ഉപയോഗിക്കുന്നത്. പ്ലാവിന് ആ ഒരു മഞ്ഞ കളറ്, വലിയ കളർ ചേർക്കേണ്ട കാര്യമില്ല. വർക്ക് കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ട് ക്ലിയർ അടിച്ചിട്ടാൽ അത് കാണാനൊരു ഐശ്വര്യമാണ്. പിന്നെ ഇതിനകത്ത് ഈ വയറുണ്ടാവും, ബ്ലാക്ക് നാളം പോലെ ഇതിനകത്ത് വരും. അങ്ങനെയുള്ള തടി ഒഴിവാക്കി ചെയ്തു കഴിഞ്ഞാൽ പ്ലാവ് വളരെ ഭംഗിയായിരിക്കും. പച്ചയ്ക്ക് പണിഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, നമ്മൾ തുണിയൊക്കെ കരിമ്പനടിക്കുമെന്ന് പറയുമല്ലോ, അതേപോലെ കറുത്ത കുത്ത് ഇതിൽ വീഴാറുണ്ട്. അതുകൊണ്ട് ഉണക്കി ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആയിരിക്കും, നല്ല ഐശ്വര്യമായിരിക്കും കാണാൻ. ഇനി നമ്മുടെ ചീലാന്തിയാണ്. കൂടുതലിപ്പോൾ ചീലാന്തിയുടെ വർക്കാണ് നടക്കുന്നത്. ഈ ചീലാന്തിയുടെ ആ ഒരു ചുവന്ന കളറും വെള്ള, ചീലാന്തിക്ക് പണിയുമ്പോൾ സാധാരണ എല്ലാവരും പറയാറുണ്ട്, അത് നിങ്ങൾ പണിയുമ്പോൾ വെള്ള അധികം വരരുത്, നല്ല ചുവന്ന കളറായിരിക്കണം. പക്ഷേ അങ്ങനെ പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. കാര്യം ചീലാന്തിയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ ആ വെള്ള കൂടിയാണ്. സൈഡിൽ ആ ഇത്രയും കൂടുതലും ഭാഗം കാതലായിരിക്കണം. ഇതിന് കാതലെന്നും വെള്ളയെന്നൊന്നുമില്ല, ഇതിൻ്റെ ഒരു ഷെയ്ഡാണ് ഈ വെള്ള. അല്ലാതെ മോശം ഭാഗമല്ല. ചീലാന്തിക്ക് വരുന്ന വെള്ള ഭാഗം അതിൻ്റെ മോശം ഭാഗമല്ല, അതിൻ്റെ ഡിസൈനാണത്. അതിൻ്റെ വെള്ളയും ചുവപ്പും കൂടി ചേരുമ്പോഴാണ് ചീലാന്തിക്ക് ഭംഗി. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കളർ ചേർക്കേണ്ട, പേപ്പർ പിടിച്ച് ക്ലിയർ അടിച്ചിട്ടാൽ അതിനൊരു ഐശ്വര്യമായിരിക്കും. പിന്നെ ആ വെള്ളയൂടെ വരണം. പിന്നെ കഴിവതും വിളഞ്ഞ തടിയിൽ ചെയ്യുക. പിഞ്ചൻ തടിയിൽ ചെയ്യുമ്പോൾ ചീലാന്തി തടി ബെൻഡാവാൻ സാധ്യതയുണ്ട്. ഇനി നമ്മുടെ ഇപ്പോൾ തടിയിൽ മുൻപനായിട്ട് നിൽക്കുന്ന കുറച്ച് ഗ്രേഡ് കൂടുതലാണ് തേക്ക്. ആഹാ, എല്ലാത്തിനെയും കടത്തി വെട്ടുന്ന ക്വാളിറ്റിയാണ് തേക്കിന്. അതിൻ്റെ ആ ബ്ലാക്ക് ഷെയ്ഡ്
ഇതിന് കുറച്ച് വില കൂടും. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ വലുതായിട്ട് ഒരു മോഡലും ഇതിൽ ചെയ്യണ്ട. പ്ലെയിൻ വർക്ക് ചെയ്താൽ ഒരു മോഡലും ചെയ്തില്ലെങ്കിലും തേക്കിന് ചെയ്ത ഡോറും ഫ്രെയിമും ഫർണിച്ചറും കാണാൻ വേറൊരു ലെവലാണ്. പിന്നെ എല്ലാവർക്കും സാമ്പത്തികമായി ഇത് കണ്ടോ, ഇതിൻ്റെ തേക്കിന് ആ ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന തേക്കാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഫ്രണ്ടേജ് ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ ബ്ലാക്ക് ഈ ഷെയ്ഡുള്ള തേക്കെടുത്ത് ചെയ്യാൻ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ടിലത്തെ ജനൽ ഫ്രെയിമും ഫ്രണ്ടിലത്തെ ഡോറും തേക്കിന് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ വീടിന് ചെറിയ വീടായാലും നല്ല ഐശ്വര്യമായിരിക്കും കാണാൻ. ഒരു വീടെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അത് നമ്മൾ ഒരു പ്രാവശ്യമേ അത് വയ്ക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ അത് ശ്രദ്ധിച്ച് ചെയ്യുക. കഴിവതും ഫ്രണ്ടിൽ തേക്ക് ഉപയോഗിച്ചാൽ വളരെ ഭംഗിയായിരിക്കും കാണാൻ. ബാക്കിയുള്ള ഭാഗം മഹാഗണിയോ എന്തെങ്കിലും വെച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ മറ്റ് വിശേഷങ്ങൾ അറിയിക്കുന്നതായിരിക്കും.